ഇഷയേ, ആ ഇതാര്? കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. എവിടെയായിരുന്നു? അതുകൊണ്ടല്ലേ ഇഷയേ, ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. എത്ര തിരക്കായാലും നീ എന്നോട് മിണ്ടാതിരിക്കാറില്ലല്ലോ. അപ്പം ഞാൻ മിണ്ടാതിരുന്ന നിനക്ക് വിഷമാവോ? പിന്നില്ലാതെ. എന്നും മിണ്ടുന്ന ഒരാൾ മിണ്ടാതിരുന്ന ആർക്കാ വിഷമില്ലാത്ത? സോറി ഇഷയേ, ഇനി ഒരിക്കലും നിന്നോട് മിണ്ടായിരിക്കൂല. മതി മതി, നിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ ആരാടി മനസ്സിലാക്കണേ? എന്നാലും ആ അത് പോട്ടെ, നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. എന്താ കാര്യം? ലൈഫിലൊന്നും അങ്ങ് സെറ്റ് ആവണില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഇതിനാണോ നീ ഇങ്ങനെ ഷോക്കിടിച്ചിരിക്കണേ? ഞാനൊന്ന് ഇമോഷണലായി വരുമായിരുന്നു. ആ ഫ്ലോ എങ്ങോ പോയി. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടില്ലേ കുഞ്ഞിപ്പെണ്ണേ? വന്നവന് നീ റോള് തുടങ്ങിയോ? ഇപ്പോഴത്തെ പിള്ളേരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നീ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചുള്ള സന്തോഷം കളയണ്ട. എന്നെക്കുറിച്ച് അടിപൊളി പ്ലാനൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാണ് കുഞ്ഞിപ്പെണ്ണേ. എന്നാ പിന്നെ അതെന്താ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? ആയി ശരി, അത് പറഞ്ഞാൽ പിന്നെ ആ ത്രില്ലങ്ങ് പോവും. സമയമാകുമ്പോൾ എല്ലാം നടക്കും. എൻ്റെ കൊച്ചു അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ഓ, ഇപ്പോഴൊരു ആശ്വാസം ചെയ്ത്. എനിക്കെങ്കിലും എന്നെക്കുറിച്ച് വിചാരമുണ്ടല്ലോ. എൻ്റെ ടൈം ആവാൻ ഞാൻ കാത്തിരിക്കാം. നീ എന്തായാലും എന്നെ പറ്റിക്കില്ല. നല്ല കുട്ടി.